മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. നമ്മൾക്ക് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ലൈഫ് സ്പാൻ ഉണ്ട്. അവരുടെ ഇത്ര ഷെയർസ് ഞാൻ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ പറയാം അത് പോട്ടെ, സ്റ്റിൽ ഒബ്സഷൻ വരാതിരിക്കട്ടെ, നമ്മളുടെ പാഷൻ അതിന് മുകളിൽ നിൽക്കട്ടെ. ഫെയിം വിൽ ഓട്ടോമാറ്റിക്കലി ജോയിൻ. മ്യൂസീഷ്യൻ ജോബ് കുര്യനാണ് നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം, വെൽക്കം. ഒരുപാട് പാട്ടുകൾ ഇതിനോടകം പാടിയിട്ടുണ്ട്, ഒരുപാട് താങ്കളുടെ പെർഫോമൻസസ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ എപ്പോഴും താങ്കളുടെ പാട്ടുകളുടെ വരികൾ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു അത് ടോട്ടലി ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ആസ്വാദനം വരികളും നോട്ടുകളും അല്ലാതെ ജോബ് കുര്യൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ഒരു ആസ്വാദകൻ അല്ലെങ്കിൽ ആസ്വാദക എന്ത് ഫീൽ ചെയ്യണം എന്നാണ് എപ്പോഴും ആഗ്രഹിക്കാറ്? ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നോ അത് അങ്ങോട്ട് എത്താൻ പറ്റിയാൽ ഐ തിങ്ക് ദാറ്റ് പ്രോസസ് ഇസ് കംപ്ലീറ്റഡ്. ഒരു ക്രിയേറ്റർ, എനിക്ക് തോന്നുന്നു അത് എല്ലാ ക്രിയേറ്റേഴ്സും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. നമ്മളെന്താണ് ആ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിരുന്നതോ സ്വന്തം ക്രിയേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വേറെ ആൾക്ക് വേണ്ടി പാടുമ്പോൾ അവരെന്താണോ ഫീൽ ചെയ്തത് അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ ആസ് എ പ്ലേ ബാക്ക് വോക്കൽ നമ്മൾ പാട്ടിനോട് നീതി കാണിച്ചു. സ്വന്തം പാട്ട് ആണെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിയാൽ അതിന് മേലിലൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ മനസ്സ് അവിടെ കിട്ടണം അല്ലേ? ഈ മനസ്സ് അവിടെ കിട്ടണം. ചിലർ അതിനെ എടുത്തിട്ട് അവരുടെ ലോകത്തോട്ട് വേറെ കൊണ്ടുപോകും. അതൊരു ആസ്വാദകന്റെ സ്വാതന്ത്ര്യമാണ്. അവരതിലേക്ക് they will take it to another dimension. അതെ അതെ. ഒരുപാട് വർഷത്തെ ഒരു മ്യൂസിക്കൽ ജേണിയാണ്. ഒരു 3 വാക്കിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുക? 3 വാക്കിലായിട്ട് സന്തോഷം, സംതൃപ്തി എല്ലാം ഉണ്ട്. ജീവിതം മൊത്തത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാഷൻ ബിക്കംസ് പ്രൊഫഷൻ. അതിൽ നിന്ന് വരുന്ന സ്നേഹം, റെസ്പെക്റ്റ് എല്ലാം മതി. അത് ഇതിൽ കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് അതിൽ നിന്ന് വരുന്ന നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ മെച്ചം നല്ലത് തന്നെയാണ്, സാമ്പത്തികമായിട്ടും ഒക്കെ. അത് സെക്കൻഡറി ആണ്. ഫോർ മീ ഫസ്റ്റ് ദി ലവ് ഫ്രം ദി ഓഡിയൻസ് ആൻഡ് റെസ്പെക്ട്. സംഗീതം ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. സംഗീതം തന്നിട്ടുള്ള എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് താങ്കളെ അതിശയിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും? അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ തോന്നുക. ഞാനൊരു ആസ്വാദകൻ്റെ സീറ്റിലിരുന്ന് മറ്റുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ നമ്മൾ കേൾക്കുമല്ലോ. നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ് ഞാനെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ അതെന്നെ വളരെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ പാടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ മ്യൂസിക് ഉണ്ടാക്കുന്നത്? അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റെഫറൻസ്. അതെന്നെ എപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. പല വേൾഡ് ലെവൽ ആർട്ടിസ്റ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു 5% എത്താൻ പറ്റിയാൽ വലിയ ഭാഗ്യമാണെന്ന് തോന്നാറുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടാകും. എനിക്ക് മ്യൂസിക് കമ്പോസിഷൻ ഭയങ്കര ആശ്ചര്യമായിട്ട് അതെന്റെ ഫാദറൊക്കെ ഇടയ്ക്ക് ചോദിക്കും, എടാ ഇങ്ങനെ ട്യൂൺ എങ്ങനെയാണ് ഉണ്ടാകും? അതെനിക്ക് തോന്നുന്നത് അതൊരു ഗിഫ്റ്റാണ്. അബ്സല്യൂട്ട്ലി ഓരോ ടാലൻറ്റും ഗിഫ്റ്റാണ്. ഒരു കമ്പോസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരാൾക്ക് അതൊരു ഗിഫ്റ്റാണ്, അതൊരു അനുഗ്രഹം. എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ മേഖലകളിൽ. ഇപ്പൊ താങ്കൾ സംസാരിക്കുന്നു, ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ നേരിടുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കാം ഒത്തിരി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ യാത്രകളാണോ ചെയ്യാറ്, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും? ക്രിയേറ്റീവ് ബ്ലോക്കിന് യാത്ര നല്ലൊരു മരുന്നാണ്. പിന്നെ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ നമ്മുടെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള സമയം വലിയ മരുന്നാണ്. അത് ഓരോരുത്തർ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ചിലർക്ക് ഐസൊലേഷൻ ഇഷ്ടമാണ്, ചിലർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടും. ഞാൻ പക്ഷേ അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും വേണം. അതാണ് എൻ്റെ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ആ പ്രൊഫഷൻ നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. ഉറപ്പായിട്ടും. സംഗീതം എന്ന് പറയുന്നത് ശരിക്കും താങ്കളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പാഠം കിട്ടിയതുപോലെ? അങ്ങനെയല്ല, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. ജീവിതം ഓൾ ടുഗദർ ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതൊരു ജോലിയായിട്ട് നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ അതാണ് ജീവിതം. ടോട്ടലി ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ ഉറപ്പായിട്ടും ഒരു വലിയ കുറേ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണല്ലോ. നമ്മൾ മെയിൻലി ഞാൻ
ചിന്തിക്കുന്ന ഒത്തിരി പേരെ കാണുന്ന ഒരു ബീങ് എ പെർഫോമർ. നമ്മൾ യാത്രകൾ ഒരുപാട് ചെയ്യും, അത് കൂട്ടത്തിൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപഴകും, പലരുടെ ജീവിതങ്ങൾ അടുത്തറിയാൻ സാധിക്കും. അതൊക്കെ നമ്മളെ ഒത്തിരി ബെറ്റർ ഹ്യൂമൻ ആക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു പ്രശ്നം വലിയ പ്രശ്നമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ചിലപ്പോൾ അല്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ ഒത്തിരി പേരായിട്ട് അപ്പോൾ ചിലർ പറയും, ചേട്ടാ ഇത് നിങ്ങളുടെ പാട്ടുകൾ നമ്മളുടെ ചികിത്സാ സമയത്ത് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്ത് നമ്മളെന്ത് പറയാം, നമുക്കിപ്പോൾ ദിവസം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അല്ല, അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് ഒത്തിരി ബെറ്റർമെന്റ് ഫീൽ ചെയ്യും, കണ്ടന്റ്മെന്റ് ഫീൽ ചെയ്യും. മേ ബി എൻ്റെ മ്യൂസിക് വലിയ മ്യൂസിക് അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരാൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയാൽ, അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊക്കെ ഒത്തിരി നമ്മളെ ബെറ്റർ ഒരു ഹ്യൂമനിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനായതിനു ശേഷം ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, കമ്പോസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ബീങ് എ ഫാദർ എന്ന് പറയുമ്പം ഒരു പുതിയ ഡയമെൻഷനാണ്. അതുവരെ ഒരു സംഭവം ജീവിച്ചതുപോലല്ല. അത് പണ്ടത്തെ ആൾക്കാർ പറയണ പോലെ അച്ഛനാകുമ്പോഴേ നിനക്ക് അച്ഛൻ്റെ വേദന അല്ലെങ്കിൽ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ. ഹാവ് ടു എക്സ്പീരിയൻസ് ടു ഫീൽ ഇറ്റ്. അപ്പോൾ ഐ എം എൻജോയിങ് ദാറ്റ് പ്രോസസ് റൈറ്റ് നൗ. മ്യൂസിക് ആണ് എൻ്റെ ഒരു ട്രൂ കോളിംഗ്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീല്. അത് വൺസ് യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജേർണി, മ്യൂസിക് ആണ് എൻ്റെ ട്രൂ കോളിംഗ് എന്നൊക്കെയുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കോളിംഗ് പണ്ടേ ഉണ്ട്. കാരണം വേറെ ഒന്നിനും വലിയ മെച്ചമില്ല എന്നുള്ളതാണ്. ഇതിൽ ഭയങ്കര മെച്ചമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ I'm better here. Being an engineering graduate myself, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയാണ് പഠിച്ചതൊക്കെ. പക്ഷെ അതൊക്കെ പറയാമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാണ് പറ്റണമെന്ന് നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും ടീച്ചർമാർക്കും ഒക്കെ ഒരുമിച്ച് തോന്നിയാൽ പിന്നെ നമ്മൾ ഇതേ ചെയ്യാൻ പാടും, അല്ലേ? പ്രേക്ഷകരും പറയാം. അതന്നെ, അന്ന് കോളേജിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ. അവർ പറയാം, എടാ മോനെ നീ എഞ്ചിനീയറിംഗ് പോവാതിരിക്കുന്നു എന്നുള്ളത്. അല്ല, they have seen the passion in me, that എൻ്റെ ഒരു എഫേർട്ട് അവർ കണ്ടതാണ്. ഇതിൽ കോളേജ് ഡേയ്സിൽ ബാൻഡ് അവിടുത്തെ പ്രവർത്തനമായാലും നമ്മൾ ഫെസ്റ്റിവൽസിന്, അപ്പോൾ എത്രത്തോളം നമ്മൾ അതിൽ പാഷനേറ്റായിട്ട് സമയമിടുന്നു എന്നൊക്കെ അവർ കാണുന്നില്ല. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഇവൻ എന്തായാലും എഞ്ചിനീയറിങ് ചെയ്യാതിരിക്കുന്നതല്ലെന്ന് തോന്നിക്കാണും. സ്കൂളിൽ ടീച്ചേഴ്സ് അതുപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പ്രോപ്പർലി കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തോന്നിക്കാണും നമ്മൾ അതിലാണ് ഇച്ചിരി കൂടെ ഒരു ദൈവാനുഗ്രഹം നമുക്കുള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്കും അത് തോന്നുന്നു. അപ്പോൾ ശരിയാണല്ലേ, ഇതാണ് നമ്മുടെ വഴി. ഓപ്ഷൻ തെറ്റായില്ല, അത് കറക്റ്റായി വന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. വന്ന് വീണതാണ്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല ഇതിലേക്ക് വന്നത്. ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു വന്നു, ചെയ്തു തുടങ്ങിയപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമാവാൻ തുടങ്ങി. അതൊരു ഭാഗ്യം, അതൊരു ഗോഡ്സ് ഗ്രേസ്. അബ്സല്യൂട്ട്ലി. ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുന്നേ താങ്കൾ പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആചാരം എന്ന് പറയുന്നില്ല, പക്ഷെ ഒന്ന് കൂളാവാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന നിൽക്കുന്നവരോട് ചോദിച്ചാൽ ഒത്തിരി കഥകൾ കിട്ടും. ഞാൻ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മൊത്തം. പക്ഷേ സ്റ്റേജിൽ കയറുന്ന വരേ ഉള്ളൂ അതുവരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വേറെ ഒരു ഓഡിയൻസുമായിട്ട് നമ്മുടെ ഒരു സ്നേഹബന്ധവും വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആസ് എ പെർഫോമർ. അത് എനിക്ക് ഓരോ പെർഫോമൻസിന് അത് മനസ്സിലാവും. അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റിയാണ്. അതായത് കയറുന്നവരെ ഞാൻ നോക്കി എല്ലാവരും ഇന്ന് അടങ്ങിയിരിക്കും ജോബെ എന്ന് പറയും. പലരും വിറയലല്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അയ്യോ ഇത് ശരിയാ, ഇന്ന് ഓക്കെ ആയിരിക്കും, ഇന്ന് കേൾക്കാൻ പറ്റുമോ, ശബ്ദം ഓക്കെ ആണോ, അങ്ങനെ പല പല കൺസേൺസ് ഉണ്ടാവും. ബട്ട് കയറി കഴിയുമ്പോൾ നമുക്കറിയാം നത്തിങ് എൽസ് ടു ഡു അതർ ദാൻ ജസ്റ്റ് ഗോ ഡു യുവർ ബെസ്റ്റ് ഫോർ ദി ഓഡിയൻസ് ഉള്ളൊരു ആ ഒരു സ്ഥാനത്തിലോട്ട് മാറും. ആ മാറ്റം മേ ബി യു ക്യാൻ കോൾ ഇറ്റ് യുനോ ഇത് പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ്, ഒരു ഗ്രേസ് ആണ്. നമ്മളിപ്പോൾ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ക്യാമറ ഷൂട്ട് ഓൺ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ പേഴ്സണാലിറ്റി ആവാറാണ്. അതുപോലെ എല്ലാ ആർട്ടും എനിക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജോബിൻ്റെ മ്യൂസിക് ജേർണി അതൊരു യാത്രയാണെങ്കിൽ അതെവിടെയായിരിക്കും ആസ്വാദകരെ കൊണ്ടുപോവുക? നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം അവരിൽ പ്രതീക്ഷയുടെ ഒരു യാത്രയാവട്ടെ എന്നുള്ളതാണ്. ഹോപ്പ് ഇസ് എവറിത്തിങ് ഫോർ മീ. നമ്മളെല്ലാവരും ജീവിക്കുന്ന പ്രതീക്ഷകൾ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം
കൂടെ അവരുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റട്ടെ എന്നുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഐ ലവ് ടു ബി ഇൻ ദാറ്റ് ജേർണി വിത്ത് ദ ഓഡിയൻസ് ഓഫ് ഹോപ്പ് ഫോർ ഫർദർ ലൈഫ് എന്നുള്ളൊരു അതൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂഡ് ലോസിനെ ഞാൻ മ്യൂസിക്കാക്കി പ്രേക്ഷകരിലേക്ക് ഇറക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. എൻ്റെ പാട്ടുകൾ മിക്കതും ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ചില പാട്ടുകൾ നമ്മൾ ഡൗണറായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം എനിക്ക് തിരിച്ച് കൊടുക്കാനാണ് താല്പര്യം. ചിലത് അല്ലാണ്ട് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ നൽകുന്ന പാട്ടുകൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ലൈഫ് ഹാസ് ടു ബി ബെറ്റർ. എല്ലാവരുടെയും ജീവിതം അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് രസം. ഒരു മ്യൂസീഷ്യൻ ഒരു മ്യൂസിക് അവതരിപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത മ്യൂസീഷ്യൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഒരു ബീയിങ് ആൻ ഇൻഡി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു മേഖലയാണ്. സ്വന്തം മ്യൂസിക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഇന്ത്യ പോലെ രാജ്യത്ത് ഇപ്പോഴും ഇൻ പ്രോസസ്സാണ് ആക്ച്വലി. കാരണം നമ്മുടെ സിനിമ ഡോമിനൻറ്റ് ഇൻഡസ്ട്രി തന്നെയാണ്. അത് തെറ്റല്ല, നമ്മൾ അങ്ങനെയാണ് വന്നത്. അത് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി ആയാലും നോർത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി, ബോളിവുഡ് ആയാലും എല്ലാം സിനിമയാണ് ഇന്ത്യയുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് സംഭവം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വന്തം മ്യൂസിക് കൊടുക്കുന്നത് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ബേസിക്കലി അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ തന്നെ പ്രൊഡക്ഷനാണ് മിക്കതും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സേവിങ്സ് ഒക്കെ മാറ്റിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ആ സമയത്ത് ഇതൊക്കെ ഒപ്പിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യണത്. കോൺസേർട്സിൽ നിന്നൊക്കെ സേവ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ തുടക്ക സ്റ്റേജിലൊക്കെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ചാലഞ്ചിങ്, എന്നും ചാലഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും. ഇപ്പൊ ഒരു മാറ്റം വരുന്നില്ല ആൾക്കാർ? ഉറപ്പായിട്ടും ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് അതിന്റെ ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ സിനിമയ്ക്ക് അതിന്റെ സ്പേസ് ഉണ്ട്. ആ ഒരു ബാലൻസ് ഇപ്പം ആയി വരുന്നുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് ചാലഞ്ചിങ്. എന്നാലും ആ വളർച്ച ഗ്രാജുവലായിട്ട് സംഭവിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ സൗത്ത് സൈഡ് സ്റ്റോറി പോലുള്ള അല്ലെങ്കിൽ ഒത്തിരി ഫെസ്റ്റിവൽസും ഇന്ത്യ ആർട്ടിസ്റ്റിന് സ്പേസുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലും നടക്കുന്നുണ്ട്, പുറത്തും നടക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി മോർ ഫെസ്റ്റിവൽസ് വരട്ടെ, അങ്ങനത്തെ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള വെന്യൂസ് വരട്ടെ. ഹോപ്പ്ഫുള്ളി ബെറ്റർ ആണ് നാളെ. യെസ്. ജീവിച്ചിരിപ്പുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനൊപ്പം വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ആരായിരിക്കും? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ ചൂസ് ചെയ്യുക? അങ്ങനെ കുറേ പേര്, ഓരോ ആളും ഇൻസ്പയർ ചെയ്തൊന്നുണ്ടല്ലേ. നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ കലാകാരന്മാർ ഉണ്ടാവും. അങ്ങനെ ഒരു പർട്ടിക്കുലർ പേരായിട്ട് ഞാൻ പറയുന്നില്ല, ഏതെടുക്കുമെന്ന് തന്നെ ഇതായിപ്പോ. എന്നാലും സ്ഥിരമായിട്ട് കേൾക്കുന്ന മ്യൂസിക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ അദ്ദേഹം ഇന്ന് നമുക്കിടയിൽ ഉണ്ടാവില്ല, അങ്ങനെ ആരെങ്കിലും ഇന്ന ആളുടെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ്? ഒത്തിരി പേരുടെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ കാലഘട്ടത്തും ഓരോ എന്താ പറയുക, ഓരോ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ അത്രയും ഇൻസ്പയർഡ് ആയി വരാറുണ്ട്. അപ്പോൾ സ്റ്റിങ് ഒക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. സ്റ്റിങ് പുള്ളിയുടെ എഴുത്ത്, അതായത് പുള്ളിയുടെ ബയോഗ്രഫിക്കലാണ് പല പാട്ടുകളും. അപ്പം അങ്ങനെയൊക്കെ പുള്ളിയൊക്കെ കോൺസേർട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്ത് പോയപ്പോഴൊക്കെ ഭാഗ്യം പോലെ ഒത്തു വന്നു. നാട്ടിലാണെങ്കിലും ദൂരം പേര്, നമ്മളിപ്പോൾ റഹ്മാൻ സാർ പോലെ രാജാ സാർ പോലെ നാട്ടിലെ ലെജൻഡറി ആയിട്ടുള്ള എത്രയോ പേര്. ജോൺസൺ മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടിയിരുന്നുവെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് 4 വരി കോറസ് ആയിട്ടെങ്കിലും മൂളാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്ലേ ബാക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പാട്ടുകൾ എന്നെ ഒത്തിരി സ്പർശിച്ച പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ എന്തെങ്കിലും കോറസായിട്ട് മതി, എങ്ങനെയെങ്കിലും പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം. ആക്ച്വലി ഇപ്പോൾ ഒരു ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഷെയ്ഡുള്ള ചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ അകത്തോ പുറത്തോ ഒക്കെ താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള മ്യൂസീഷ്യൻസ്? ഫ്രം മൈക്കിൾ ജാക്സൺ മുതൽ തുടങ്ങാമല്ലോ. ഇന്റർനാഷണലി എന്തോരം ബാൻഡ്സ്, AC/DC, അയൺ മെയ്ഡൻ, കോൾഡ് പ്ലേ, ജെയ്മി കള്ളം, സ്റ്റിങ്, അതൊരു വലിയ ലിസ്റ്റാണ്. നാട്ടിൽ റഫി സാബ്, ദാസാറ്, ജോൺസൺ മാസ്റ്റർ, ദേവരായ മാസ്റ്റർ, ബാബുരാജ് മാസ്റ്റർ, ലക്ഷ്മികാന്ത് പ്യാരലാൽ, നൗഷാദ്, അങ്ങനെ വലിയ ലിസ്റ്റാണത്.
പി നായർ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അത് ഞാൻ അത്യാവശ്യം നല്ലോണം കേൾക്കുന്ന ആളാണ്. നമുക്ക് അവകാശപ്പെടാൻ അത് മാത്രമേ ഉള്ളൂ. കേൾക്കാമല്ലോ, കാത് കേൾക്കാനുള്ളതാണ്. ആസ്വാദനത്തിൻ്റെ വൈഡർ റേഞ്ചാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്നും ഞാൻ ചിന്തിക്കുന്നത് കൂടുതൽ കേൾക്കാനാണ് എൻ്റെ താല്പര്യം. ഇപ്പോൾ ഇടയ്ക്ക് മിസ്സായി പോകാറുണ്ട്. എന്നാലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കേൾവിയിലൂടെ നമുക്കത് മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ആസ്വാദനവും ബെറ്റർ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ. അതെ, ആസ്വാദനത്തിൽ നിന്നാണ് പുതിയ ക്രിയേഷൻസ് ഉണ്ടാകുന്നതും ഒക്കെ. അതെ, പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ടാവും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ടാവും. സോ ഇതിനിടയിൽ ഒരു ക്രിയേഷൻ എങ്ങനെയാ ബാലൻസ് ചെയ്യുന്നത്? പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. ആക്ച്വലി പ്രോസസ്സിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. നേരെ തിരിച്ചാണ്. നമ്മളുടെ ഏറ്റവും സിൻസിയർ ഫോം കൊടുക്കുമ്പോൾ മാത്രമേ അത് പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഒറിജിനൽ ആയിട്ടുള്ള നമ്മളുടെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല. നമ്മൾ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കും അവരെ തൃപ്തിപ്പെടുത്താൻ. ഇപ്പോൾ ഇത് ട്രെൻഡ്, ഓക്കെ ദിസ് ഈസ് എ ട്രെൻഡ്, ഇപ്പോൾ ഇത് ഫോളോ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും. നേരെ തിരിച്ചാണ്. അവർ സംതിങ്, ആ ആർട്ടിസ്റ്റിൻ്റെ റിയൽ സെൽഫ് അവരാഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആ റിയൽ സെൽഫ് തന്നെ കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകരിലേക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം എത്തിയിരിക്കും. നമ്മളെ തന്നെ പറ്റിച്ച് ചെയ്യുന്ന മ്യൂസിക് ഒരിക്കലും പ്രേക്ഷകൻ ലോങ് റൺ സ്വീകരിക്കില്ല. ചിലപ്പോൾ ഒരു ഷോർട്ട് ലിവ്ഡ് ട്രാക്കിലേക്കൊക്കെ അത് മാറിപ്പോകും. നേരെ തിരിച്ച് നമ്മളേറ്റവും നമ്മളുടെ ഇമോഷൻസിനൊക്കെ സിൻസിയറായിട്ട് തിരിഞ്ഞു നോക്കുകയും അത് മ്യൂസിക്കാക്കി മാറ്റി പ്രേക്ഷകന് കൊടുക്കുമ്പോൾ അതവർ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദർ ഇസ് എ ജെന്യുവിനിറ്റി. അപ്പോൾ അത് പ്രേക്ഷകനെ എന്തെങ്കിലും സ്വീകരിക്കും. നേരെ മറിച്ച് ഇവരെ ഇങ്ങനെ നമ്മൾ ഇട്ട് എന്താ പറയാ പോവാൻ അവരെ ഒരിക്കലും പറ്റില്ല. ഓഡിയൻസ് പണിപ്പൊടിയിട്ട് പോകാൻ താൽക്കാലികം മാത്രമാണ്. ഐ തിങ്ക് ബി ട്രൂ ടു യുവർ സെൽഫ്, യു വിൽ ഓട്ടോമാറ്റിക്കലി ബി ട്രൂ ടു ദ ഓഡിയൻസ്. ഒരു മ്യൂസിഷ്യന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നതും പ്രേക്ഷകരുടെ അവർക്ക് ഇഷ്ടമാണല്ലേ ഒരാളുടെ സ്റ്റൈൽ. അതെ, ഈ നമ്മളുടെ ജോണർ അല്ലെങ്കിൽ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ തന്നെ ഒരു റിയൽ സെൽഫ്. അതെ, നമ്മൾ തന്നെ ഇവോൾവ് ചെയ്യുന്നതല്ലേ. ഓരോ സമയത്തും നമുക്ക് ഓരോ ഇൻഫ്ലുവൻസസ് ആയിരിക്കും. ചിലപ്പോൾ മാറും. പണ്ട് പാടിയിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന പോലെ ആയിരിക്കില്ല ഇന്ന് ചെയ്യുന്നത്. എന്തായാലും പ്രേക്ഷകൻ എന്തെങ്കിലും നമ്മളുടെ ട്രൂ ആയിട്ട് കൊടുത്താൽ മാത്രമേ അവർക്കത് വർക്ക് ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചിലപ്പോൾ തെറ്റായിരിക്കാം, ബട്ട് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. നമ്മളുടേതായ ഒരു സിൻസിയറിറ്റി പ്രേക്ഷകൻ എന്തെങ്കിലും തിരിച്ചറിയും. ഒരുപാട് നാളായി മ്യൂസിക്കിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. ഇതുവരെ മ്യൂസിക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് നേടാൻ സാധിച്ചിട്ടില്ല, പക്ഷെ നേടണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്വപ്നമുണ്ടോ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾക്ക് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ലൈഫ് സ്പാൻ ഉണ്ട്, അവരുടെ കരിയർ സ്പാൻ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ്. അതിൽ ഏറ്റവും മാക്സിമം പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകൻ്റെ മുന്നിൽ എത്തിക്കുക, അത് മാത്രമാണ് എൻ്റെ ഒറ്റ ഗോൾ. മാക്സിമം പാട്ടുകൾ ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ അങ്ങനെ ഒരു കാലത്ത് അവരെ നമ്മളെ ഓർത്താൽ അത് നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വലിയൊരു സന്തോഷമായിരിക്കും. എൻ്റെ ടാർഗറ്റ് ഈസ് ഓൺലി ഫോർ ദാറ്റ്. അല്ലാതെ മറ്റ് പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ നമ്മൾ വന്നാൽ വരട്ടെ, സന്തോഷം. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പ്രേക്ഷകൻ്റെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളൊരു ഭാഗമാകുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവരത് സ്വീകരിച്ചുകൊണ്ടേ ഇരുന്നാൽ സന്തോഷം. അത്ര ഒരു ലെഗസി ഭാവിയിൽ കൊടുത്തിട്ട് പോകണം പ്രേക്ഷകർക്ക് എന്നാണ് ആഗ്രഹം. ലെഗസി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അതെ, എന്താണ് താങ്കളുടെ ഒരു ആഗ്രഹം? ഇങ്ങനെ ഒരു ലെഗസി എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റിയാൽ സന്തോഷം. അത് എങ്ങനെ? ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അല്ലെങ്കിൽ സ്വതന്ത്രമായ സംഗീത ശാഖയിൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും തിരിച്ചറിയപ്പെട്ടാൽ അങ്ങനെ അത് വലിയൊരു സന്തോഷം ആയിരിക്കും. കാരണം ചിലപ്പോൾ നമ്മളെ ശ്രമം അങ്ങനെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലതൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അത് ഭയങ്കര സന്തോഷമാണ്. ഓരോ പാട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും അന്ന് നല്ലോണം പണിയെടുത്തിരുന്നതാണ്. അപ്പോൾ അതിന്ന് അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നും ഗുഡ്, യു ആർ ഡൂയിങ് അറ്റ്ലീസ്റ്റ് യുവർ എഫേർട്ട് ഇസ് ഗുഡ്. അപ്പോൾ യു ഹാവ് ടു ഡു ബെറ്റർ. ഇനി അപ്പോൾ വാശിയാവും. അപ്പോൾ നമ്മുടെ പ്രായത്തെ തോൽപ്പിക്കുന്നൊരു വാശി വരും. അതിലേക്ക് ചെയ്യും. അത് നല്ലതാണ്. അതെന്താ, നമ്മൾ ഒരു ഫയറാണ്, ആ ഡ്രൈവാണ് എല്ലാം.
മ്യൂസിക്കിന്റെ ലോകത്തേക്ക് ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്, പുതിയതായിട്ട് ഒത്തിരി ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്ന ആൾക്കാരോട് പറയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എത്തുന്ന ആൾക്കാരോട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നെവർ ഗോ ഫോർ ദി സോ കോൾ ഭയങ്കര ഫെയിം, അല്ലെങ്കിൽ അത് വേണ്ടെന്നല്ല, അത് ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷേ നമ്മളുടെ പാഷൻ അതിന് മുകളിൽ നിൽക്കട്ടെ. ഫെയിം വിൽ ഓട്ടോമാറ്റിക്കലി ജോയിൻ. ആദ്യമേ ഫെയിം മാത്രം കാണുന്ന പാഷനിലേക്ക് കുറവ് വരുമ്പോഴേക്കും ഒരിക്കലും നമുക്ക് അവിടെ എത്താനും ഒക്കില്ല, ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതപ്പോൾ ഇതിനോട് സത്യസന്ധമായിട്ട് നീതി പുലർത്തിയാൽ നാച്ചുറലി ഐ തിങ്ക് എവറിത്തിങ് എൽസ് വിൽ ഫോളോ. ഫെയിം ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നതിന് 150%, 100 അല്ല 150% പിടിക്കുക, പണി ശരിക്കും സ്ലോഗ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബാക്കിയെല്ലാം പുറകെ വന്നുള്ളത്. നമ്മളിപ്പോൾ അതുപോലെ ഇത്രയും സോഷ്യൽ മീഡിയ ഇങ്ങനെ നിൽക്കുന്നൊരു കാലത്ത് ലൈക്സും ഷെയർസൊക്കെ അത്രയും ഒബ്സസ്ഡ് ആണ് ആൾക്കാർ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു പാട്ടിറക്കിയ ലൈക്സ് ഷെയറൊക്കെ വരുന്ന സന്തോഷമൊക്കെയാണ്. പക്ഷെ ഞാൻ അതിൽ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇത്ര ഷെയർസ് ഞാൻ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ പറയാം അത് പോട്ടെ, അത് വരുന്നിടത്ത് വരാം. സന്തോഷമാണ് കൂടുതലൊക്കെ പോകുന്ന കാണുന്നില്ലെന്നല്ല, ബട്ട് സ്റ്റിൽ ഒബ്സഷൻ വരാതിരിക്കട്ടെ. അതൊരു യങ് ജനറേഷൻ അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് അവരുടെ ഹോൾ ലൈഫ് ഈസ് അബൌട്ട് സോഷ്യൽ മീഡിയ. അതിൽ നിന്ന് പുറത്തൊരു ലോകം, മനോഹരമായ വേറെ ലോകം ഉണ്ടെന്നും അത് എക്സ്പീരിയൻസിൽ കൂടെ മാത്രമേ അതിലേക്ക് കൂടുതൽ ചെല്ലാൻ പറ്റുള്ളൂ എന്നും ഉള്ള തിരിച്ചറിവ് നല്ലതായിരിക്കും. രണ്ടും ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പുറകിലായി പോകും. ബട്ട് എന്നാലും അതില്ലാത്തൊരു ഓർഗാനിക് ലോകം വേറെ ഉണ്ട്. അപ്പം അതിലോട്ടും കുറച്ച് ശ്രദ്ധ കൊടുത്താൽ നല്ലതാണ്. പാഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ സംഭവിക്കും. നമ്മളുടെ മറ്റ് ഉദ്ദേശങ്ങൾക്ക് സെക്കൻഡറി സ്ഥാനവും നമ്മളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാഷനും മുകളിൽ സ്ഥാനം കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് പുതിയത്, അതാണ് അറിയേണ്ടത്. ജോബ് കുര്യനിൽ നിന്നും ഇനി പുതിയതായിട്ട് എന്ത് വരും? പുതിയതായിട്ട് കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രാക്ടിക്കലി ചെയ്യണമെന്നുണ്ട്. ഉടനെയൊന്നും ഞാൻ പറയില്ല, അതിൻ്റെതായ സമയത്ത് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന സ്പേസിൽ ഞാൻ ഓരോന്ന് ചെയ്യും. അപ്പോൾ അടുത്തൊരു കളക്റ്റീവ് ഒരു സെഷനാണ് എൻ്റെ മനസ്സിലുള്ള. കുറേ ആർട്ടിസ്റ്റിനെ ഫീച്ചർ ചെയ്യണം, കുറേ നമ്മുടെ സെഷനിൽ പാട്ടുകൾക്ക് ചേരുന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ എന്താ പറയുക, അവരോട്ട് ഫ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട്ട് വർക്ക് ചെയ്യണം എന്നുണ്ട്. അതൊക്കെ വരട്ടെ. അത് നോട്ട് ആൻ ഈസി ടാസ്ക്, ബട്ട് ഹോപ്പ്ഫുള്ളി നടക്കുമായിരിക്കും. ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്, അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഹെൽപ്ഫുൾ ആണോ? എക്സ്പെരിമെന്റിലുപരി നമുക്ക് എന്താ തോന്നുന്നത് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിനിമയ്ക്ക് അങ്ങനെ സ്വാതന്ത്ര്യമില്ല. കാരണം അതൊരു വേറൊരാളുടെ ഡ്രീമിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ല. ഞാനിപ്പോൾ കമ്പോസിങ് ഫോർ എ ഫിലിം, ആ ഡയറക്ടറിൻ്റെ വിഷൻ്റെ കൂടെ നിൽക്കുക ചെയ്യുന്നത്. അതാണ് അയാൾ ചെയ്യേണ്ടത്, ഒരു സിനിമയിൽ കമ്പോസ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് നമ്മളുടെ സ്വന്തം പാട്ടുകൾക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. രണ്ട് ചാലഞ്ചാണ്. അത് ഭയങ്കര ചാലഞ്ചാണ്. എനിക്ക് തോന്നിയിട്ട് സിനിമ മ്യൂസിക് ചെയ്യുന്നത് ഏറ്റവും ടഫ് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്ര ചട്ടക്കൂടുകളുടെ അകത്ത്, ഈ സിറ്റുവേഷൻ്റെ അകത്ത് എക്സലൻറ്റ് പ്രോഡക്റ്റ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതെനിക്ക് തോന്നുന്നു അല്പം കൂടെ ടീഡിയസ് ആണ്. അതെ, എനിക്ക് അതിനുള്ള ക്ഷമയുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്, ബട്ട് എൻ്റെതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതിനൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട്. ഡയറക്ടർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഐ ആം ഡൂയിങ് ഹിസ് വർക്ക്. സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിന്റെ ആ ഒരു കൾച്ചറൽ റിച്ച്നെസ് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ് സൗത്ത് സൈഡ് സ്റ്റോറി. സോ അപ്പോൾ ഈ ഒരു ഇവന്റിന്റെ ഭാഗമാകാൻ താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത്? വാട്ട് ഡു യു എക്സ്പീരിയൻസ് റൈറ്റ് നൗ? ഐ തിങ്ക് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യം പോയിട്ടുണ്ട്, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. വളരെ സ്പെഷ്യലാണ്. കാരണം നമ്മൾ ഡൽഹിയിലോട്ട് യാത്ര ചെയ്യുന്നു, ടീമായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ തന്നെ കൊളീഗ്സും സഹോദരന്മാരും വേറെ ഒത്തിരി ആർട്ടിസ്റ്റുകളുമായിട്ട് സമയം ചെലവഴിക്കുന്നു, ബാക്ക് സ്റ്റേജിലും ഹോട്ടലിലും. അതൊക്കെ തന്നെ ആദ്യം തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല ജോണറിലുള്ള പലരെ നമ്മൾ മീറ്റ് ചെയ്യണു, എന്നിട്ട് അവരോട് ഡിന്നർ കഴിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സമയം അവർ ലേണിംഗ്, അവർ പറയുന്നത് ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് ഇതാണ്. ആ ഒരു ഇൻട്രാക്ഷനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനർജൈസ് ചെയ്യാറുണ്ട്. പ്ലസ് നമ്മൾ ഓൺ സ്റ്റേജ് കയറുമ്പോൾ
ഇന്ത്യയിലെ തന്നെ പലയിടത്തു നിന്നുള്ള ആൾക്കാർ പ്രേക്ഷകരായിട്ട് ഉണ്ടാവും. ഇപ്പോൾ സൗത്ത് സൈഡ് സ്റ്റോറി എന്നുള്ള പേരുള്ളതുകൊണ്ട് കുറേ മലയാളീസ് നമ്മളുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര്, പ്ലസ് തമിഴിയൻസ് ഉണ്ടാവും, കന്നഡികാസ്, എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മുടെ മ്യൂസിക് കൂടുതൽ അവരിലേക്കും കൂടെ എത്തുകയാണ്. അപ്പം അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഒരു തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും സൗത്ത് സൈഡ് സ്റ്റോറി കഴിഞ്ഞ 2 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, അത് കഴിഞ്ഞ് കുറേ നോൺ മലയാളീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് താങ്കളുടെ മ്യൂസിക് കണക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഇത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. മലയാളീസ് പറയുന്ന എക്സൈറ്റ്മെന്റ് അല്ലെന്നല്ല, അത് നമ്മളുടെ കൂടപ്പുറപ്പുകളെ പോലെ നമ്മുടെ കൂടെ ഉള്ളതാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ്ങും ഇൻട്രസ്റ്റിംഗും ആയിട്ട് തോന്നാറുണ്ട്, നമ്മുടെ മ്യൂസിക് വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ള. മറ്റേ അപ്പോഴും സ്റ്റേജിൽ ഇവിടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ശക്തി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ അവരാണ് നമുക്കന്ന് സപ്പോർട്ടായിട്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവർ നമ്മളെ ചെയർ ചെയ്യാനോ എൻകറേജ്, എന്നിരുന്നാൽ പോലും കുറേ പേരും കൂടെ കേൾക്കുകയല്ലേ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. കർണാട്ടിക് ഇൻഫ്യൂസ്ഡ് മ്യൂസിക്, ഒപ്പം റോക്ക് ബാൻഡ്, എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും താങ്കൾ പെർഫോം ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡ് സ്റ്റോറിക്ക് വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ പാട്ടുകളുടെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മളുടെ ഒറിജിനൽ കോമ്പോസിഷൻസ് ആണ് പ്ലേ ചെയ്യപ്പെടുക. അതിലുള്ള നമ്മളുടെ പരിമിതിക്കകത്തുള്ള, എന്നിരുന്നാലും എൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഗോസ് ഫ്രം കുറച്ച് ജോണേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് ഒന്നിലും പുലിയൊന്നുമല്ല, പക്ഷെ സ്റ്റിൽ അതിൻ്റെ എല്ലാം കളക്റ്റീവായിട്ടൊരു കാര്യം. നമ്മൾ കേട്ട് വളർന്ന മ്യൂസിക് ആണല്ലോ. ഞാൻ പഠിച്ചത് കർണാട്ടിക്കാണ്. ഒത്തിരി ഫോക്ലോർ ഇൻഫ്ലുവൻസസ് ഉണ്ട്, കുറേ വെസ്റ്റേൺ ബാൻഡ്സ്, ഒത്തിരി ബാൻഡ്സ് കേൾക്കണതാണ്. അപ്പോൾ അവരുടെയൊക്കെ കുറേ ചൊവ്വകൾ പാട്ടിൽ വരും, എൻ്റെ അറേഞ്ച്മെൻറ്റിൽ. എല്ലാം കൂടെ ഒരു എന്തോ ഒരു ബട്ട് പല ഇൻഫ്ലുവൻസസ് കേൾക്കാൻ പറ്റിയേക്കാം. അത് ഒരു പർപ്പസ്ഫുൾ സംഭവമല്ല, കാര്യമല്ല. ഞാൻ കേട്ട് വളർന്ന മ്യൂസിക്കിൽ നിന്നാണല്ലോ നമ്മുടെ ഒരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ എല്ലാം കുറച്ചൊക്കെ വരും. ഈ മറ്റുള്ളവരുടെ പെർഫോമൻസും കാണാം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അത് ഉറപ്പായിട്ടും അത് ഭയങ്കര കാര്യം. അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കലാകാരികളും ഉണ്ടാവും. അപ്പോൾ അവരെ നേരിട്ട് കേൾക്കുക എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന, എത്രയും പെട്ടെന്ന് എൻ്റെ കഴിഞ്ഞ സ്വസ്ഥമായിട്ട് ബാക്കിയുള്ളവരെ കേൾക്കാം. അതെനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ കോൺസേർട്ടിന്റെ വരെ ഒരു പിരിമുറുക്കം ഉണ്ടാവും, നന്നായിട്ട് ചെയ്യണം. അതിന് മുന്നേ ഉള്ളതൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റാറില്ല. കാര്യം മാനസികമായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ഓൺ ദി ഷോ, കോൺസേർട്ട് ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് വന്ന് ഫ്രീ ആവും, പിന്നെ ഫ്രണ്ടിലൊക്കെ പോയി എല്ലാം കേൾക്കും. സോ ലുക്കിംഗ് ഫോർവേഡ്. സൗത്ത് ഇന്ത്യൻ ഇൻഡി ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ജോബ് കുര്യൻ്റെ ഡിസ്കോഗ്രഫിയിൽ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അങ്ങനെ ഒരു ഇതിലേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഒരു ജോണർ, അതിനൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പ്രേക്ഷകന് തോന്നിയാൽ അത് കൊള്ളായിരിക്കും. അതാണ്, നമുക്കിത് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. ബട്ട് അതാണ് എൻ്റെ ഒരു വേൾഡ് മ്യൂസിക് ജോണർ. അതിനകത്ത് ഇപ്പോൾ റോക്ക് ഇൻഫ്ലുവൻസസ് ഉണ്ടാവും, ഫോക്ക് റീജിയണൽ നമ്മുടെ ഫോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദേശി, ലൈക്ക് നമ്മൾ കേട്ട് വളർന്ന കുറേ സാധനങ്ങളും, പ്ലസ് എന്താ പറയുക, ഒരു ഫ്യൂഷൻ ഓഫ് ലോട്ട് ഓഫ് അതർ, കുറച്ച് ബ്ലൂസ്, കുറച്ച് റോക്ക് ആൻഡ് റോൾ, എല്ലാം കുറച്ചൊക്കെ ഒരു എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ. പിന്നെ ഓഫ് കോഴ്സ് ലൈക്ക് എൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞ് നമ്മളവിടെ പ്ലേ ചെയ്യുമ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബാൻഡ് മേറ്റ്സിൻ്റെ ഓരോ ഇൻഫ്ലുവൻസസ് ഉണ്ട്. സോ ഐ സീ ദാറ്റ് വിത്ത് മച്ച് റെസ്പെക്റ്റ് ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മ്യൂസിക്കിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ടീം എഫേർട്ടാണ്. സോ അതും കൂടെ വരും, അവരുടെ ഇൻഫ്ലുവൻസസും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന മ്യൂസിക്കിൽ. സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അത് ഓൺ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതാണ്. ഓൺ സ്പോട്ടിലുള്ള കൂടെ നിൽക്കുന്നവരുടെ ഒരു കോൺട്രിബ്യൂഷനും തമ്മിലുള്ളൊരു ബ്രദർഹുഡും, അത് ഒരുമിച്ചൊരു സ്നേഹത്തിന്റെ പൊതി ഓഡിയൻസിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സല്ല. അപ്പോൾ ഐ തിങ്ക് അതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ജോണറാണ് ഓഡിയൻസിലേക്ക് എത്തുക. സോ ഐ ഡോണ്ട് ടോട്ടലി, അത് ഞാൻ അവകാശപ്പെടില്ല അത് എൻ്റെ ഒരു
എല്ലാവരുടെയും സ്റ്റൈൽ എല്ലാവരുടെയും ഈക്വൽ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ്. സൗത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ഒന്ന് ഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ സൗത്ത് സൈഡ് സ്റ്റോറി പോലൊരു പ്ലാറ്റ്ഫോം സഹായിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്? ഉറപ്പായിട്ടും. അത് ഞാനിത് പറഞ്ഞ കൊളാബറേറ്റീവ് ഇൻ നേച്ചറാണല്ലോ. കാരണം ഒത്തിരി ഇടത്തുനിന്ന് ഒത്തിരി പേര് വരും. ഈ കാണുന്നിടത്തുനിന്നായിരിക്കും ചിലപ്പോൾ ഒരു സൗഹൃദം ഉണ്ടാകുന്നതും അടുത്തൊരു പാട്ടിൽ അവിടെ നിന്ന് കണ്ടൊരു കലാകാരനുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്തൊരു പാട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് വരാൻ ഇങ്ങനത്തെ എക്സ്പോഷർ നല്ലതാണ്. എനിക്ക് അതല്ലേ പറഞ്ഞത്. ഇപ്പം കല്യാണി നായർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരിയായിട്ട് കുറേ സമയം സംസാരിക്കാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞ സൗത്ത് സൈഡ് സ്റ്റോറിക്ക് തന്നെ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ വോണ്ട് ടു വർക്ക് വിത്ത് ഹർ സം ടൈം. വരുമായിരിക്കും അങ്ങനെ ഒരു പാട്ട്, പുള്ളിക്കാരി സ്ട്രിങ് അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ. അപ്പോൾ അതാണ് പറഞ്ഞത്, അങ്ങനത്തെ കൊളാബറേഷൻസ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ അത് കൂടുതൽ സഹായിക്കും. ഒത്തിരി ഒത്തിരി പേര് ഇപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കൊളാബറേറ്റ് ചെയ്യാൻ അവരെ കാണാൻ പറ്റുമല്ലോ ആദ്യം തന്നെ. ഞാൻ ആദ്യത്തെ സൗത്ത് സൈഡ് സ്റ്റോറിക്ക് പോകുമ്പോൾ നേരെ ഹോട്ടലിൽ എത്തുമ്പോൾ കാണുന്ന അറിവിനെയാണ് കാണുന്നത്. എൻജാമിയൊക്കെ അന്ന് വളരെ പോപ്പുലറായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അറിവ് നോക്കിയപ്പോൾ അറിവിന് നമ്മുടെ മ്യൂസിക്കും അറിയാം, ഹി ഹാസ് ഹേർഡ്. അപ്പം അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി അത്രയും വാമായിട്ട് ബ്രദർ വി ലിസൺ ടു യു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അറിവ് ഇപ്പോൾ പദയാത്ര കേൾക്കുന്നോ അല്ലെങ്കിൽ, ബട്ട് പുള്ളി അതെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതാണ് ഇങ്ങനത്തെ കൊളാബറേഷൻസ് അവർ കാണുമ്പോൾ നമുക്ക് ഫർദർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ്. സൗത്ത് സൈഡ് സ്റ്റോറി വഴി താങ്കളെ പരിചയപ്പെട്ടിട്ടുള്ള ധാരാളം ഓഡിയൻസസ് ഉണ്ടാകും. അവർക്ക് വേണ്ടി പാടിത്തുടങ്ങുന്ന പാട്ടുകൾ ഏതൊക്കെയായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി മനസ്സിൽ ഉണ്ടോ? അല്ല, ഇപ്പോൾ ഇത് ഇത്തവണ ഞാൻ കഴിഞ്ഞ വർഷം പെർഫോം ചെയ്യാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് തോന്നുന്നു പോയതിൽ ഭാവം എന്ന് പറഞ്ഞ പാട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ആൻഡ് God's grace it has reached a lot of people. അപ്പോൾ അതെന്തായാലും ഐ എം എക്സൈറ്റഡ് ടു പെർഫോം ഭാവം ഫോർ എവറി വൺ. അപ്പോൾ ആ പാട്ടിലേക്ക് ഞാൻ ശരിക്കും നോക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്ന് പാടിത്തരാമോ? മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സോങ്സ് ഉണ്ടോ? വൺസ് പെർഫോമൻസ് ഉള്ള ഒരു ദിവസം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടോ? പദയാത്ര ഓഫ് കോഴ്സ് കാണുമായിരിക്കും. ഓരോ ചിലയിടത്ത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ ഏറ്റവും പേഴ്സണലായിട്ട്, അതായത് അധികം എത്തിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കും. അത് ലൈക്ക് അത് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ ഈ പാട്ട്? അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. നമ്മുടെ ജീവിതത്തിൽ വളരെ പേഴ്സണലായിട്ട് ഉള്ളൊരു പാട്ട് പെട്ടെന്ന് ഒട്ടും ചിലപ്പോൾ നമ്മൾ വൈഡർ ഓഡിയൻസിലേക്ക് എത്താത്തൊരു പാട്ടായിരിക്കാം. അതൊരു ആള് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ വാവുന്നാറുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം. ശരി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ജോബ് കുര്യന്റെ ശബ്ദം ഒരു കേരള വിഭവമായിരുന്നെങ്കിൽ അതെന്താകുമായിരുന്നു? വിഭവമാകുമായിരുന്നെങ്കിൽ എന്തായിരുന്നു? അവിയൽ ഓൾറെഡി നമ്മുടെ ചേട്ടന്മാർ അവിടെ ഉള്ളതുകൊണ്ട് അത് പറയാൻ പറ്റില്ലല്ലോ. നല്ലൊരു സ്വീറ്റ് അറിയില്ല. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോൺസ് ഫ്രൈ ആവട്ടെ. ഹോട്ട് ആൻഡ് സ്പൈസി പ്രോൺസ്. ഓക്കെ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സൗത്ത് സൈഡ് സ്റ്റോറി നടക്കുന്ന സമയത്ത് സ്വന്തം പെർഫോമൻസ് കഴിഞ്ഞ് വേറെ ആൾക്കാരുടെ പെർഫോമൻസ് കാണാറുണ്ടെന്ന്. എന്നാലും ഒരു പെർഫോമൻസ് കഴിഞ്ഞാല് സാധാരണ എന്താ ചെയ്യാറ്? പാർക്കിംഗ് ആണോ, ചിൽ മോഡാണോ, അതോ ട്രാവൽ ഫുഡിങ്? എനിക്ക് ആ ദിവസം നന്നായിട്ട് പോയാൽ ആ തൃപ്തിയാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈ. അന്ന് നമ്മൾ മാക്സിമം ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കും. കുറേ പേര് നമ്മളെ പേഴ്സണലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാവരും കാണും പറ്റുന്ന പോലെ. പിന്നെ നല്ലോണം വിശക്കും. കോൺസേർട്ട് കഴിഞ്ഞാൽ യു വിൽ ബി വെരി ഹംഗ്രി. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ അത്ര അഡ്രിനാലിൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് ഉറപ്പായിട്ടും വിശക്കും, നല്ലോണം കഴിക്കും. അതാണ് ആദ്യത്തെ പരിപാടി. ഫസ്റ്റ് ഇവിടെ നല്ല ഫുഡ് ഉണ്ടെന്നൊക്കെ അന്വേഷിച്ച് വയ്ക്കും. അല്ലെങ്കിൽ നമ്മളെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും
അപ്പം വൈഫാണ് എൻ്റെ മാനേജർ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയും നല്ല ഫുഡ് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ ഞങ്ങളെല്ലാവരും ബാൻഡ് എല്ലാവരും ഒരുമിച്ച് കഴിക്കും, നല്ലോണം വിശക്കും. പിന്നെ അത് ആഫ്റ്റർ മീറ്റിംഗ് അപ്പ് ദി ഓഡിയൻസ് ഫോർ ഷുവർ. അതാണ്, ഓഡിയൻസ് ആണ് ഫസ്റ്റ് പ്രയർ. സൗത്ത് സൈഡ് സ്റ്റോറിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? അവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ നെക്സ്റ്റ് ഒരു ഇവന്റിന് വേണ്ടിയിട്ട്. വരൂ, നമുക്കെല്ലാവർക്കും കുറച്ച് നല്ല സമയം, സ്നേഹത്തിൻ്റെ കുറച്ച് നല്ല സമയം. ഒത്തിരി എന്താ പറയുക, കലാകാരന്മാരിപ്പം ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഓൾറെഡി ലിസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ എന്നെ പോലെ തന്നെ അവരും എക്സൈറ്റഡ് ആണെന്നറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അതൊക്കെ കേൾക്കാം, ആസ്വദിക്കാം. യെസ്, സോ താങ്ക് യു സോ മച്ച്. പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അടിപൊളി ഇവന്റ് ആയിരിക്കട്ടെ ആശംസിക്കുന്നു. അതെ, നന്നായി പെർഫോം ചെയ്യാനും പുതിയ കുറേ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും കമ്പോസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം, ഒരു മനസ്സെല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.